ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗ മഞ്ജുവിനെ കമലേശ്വരത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ ദുർഗയോടൊപ്പം പോകുന്നതിന് മുൻപ് സാഗര പറയുന്നുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ തന്നാൽ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവിടെ കണ്ണേട്ടനും ഏട്ടത്തിയും ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം എന്ന് കരുതിയാണ് പോകുന്നത് തന്നെ എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘനാണെങ്കിലും മാമനോട് പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇന്നത്തോടെ ഇല്ലാതാവുമെന്ന് പറയുമ്പോൾ, നീ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ മേഘ, ദുർഗ എത്രയായാലും മഞ്ജുവിൻ്റെ അമ്മയാണ്. ദുർഗ ചിലപ്പോൾ അവളെ സ്നേഹിച്ചു തുടങ്ങാനും മതി എന്നൊരു സാധ്യത പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരികയാണ് മേഘന്. പിന്നീട് ഒന്നും അറിയാത്ത ഒരു പാവിനും കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാനുള്ള ആ ദുർഗയുടെ മനസ്സ് കണ്ട് അവരെ അമ്മ എന്ന വാക്കിന് പോലും അർഹയല്ല എന്ന് കണ്ണനും മയ്യും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദുർഗയാണെങ്കിലും മഞ്ജുവിനെയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്നു. കരുണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയാണ് മഞ്ജുവിനോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയം മഹി വന്ന് മഞ്ജുവിനെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ട് കരുണയ്ക്കും ദുർഗയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത് ആ സാഗരനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ മഞ്ജുവിനെ പാട്ടിലാക്കിയത് എന്നെല്ലാം കരുണ പറയുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് മോളെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇനി വേണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചത് എന്ന് ദുർഗയും പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയും മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ ഗർഭിണിയാണെന്ന് കരുതി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്കിടയിലുള്ള മഞ്ഞുരുകെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ, ഇനി മാർക്കോ പറഞ്ഞതുപോലെ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ അതിൽ അവരെ തന്നെ തോറ്റുപോകൂ എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. അതെനിക്കറിയാം കണ്ണേട്ട, കാരണം എൻ്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടും മഹിയോടും. എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട് കേട്ടോ കണ്ണനും മഹിയും. അപ്പോൾ അതോടുകൂടി തന്നെ അവരുടെ ഗൂഢമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവും തിരിച്ചറിയുന്നുണ്ട്. അതായത് അടുക്കളയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ അവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെ മഹി മഞ്ജുവിനെയും കൂട്ടി മുകളിലേക്ക് പോയ തക്കം നോക്കി ജ്യൂസിൽ മരുന്ന്, കരുണയും ദുർഗയും കൂടിയിട്ട് ജ്യൂസിൽ മരുന്ന് കലക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ അവർ നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ ദുർഗ തൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരവും എല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിയാണെങ്കിൽ അവരറിയാതെ ആ ഒരു ജ്യൂസ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഞ്ജുവും മഹിയും താഴേക്ക് വരുന്നു. അപ്പോൾ മഞ്ജു താഴേക്ക് വരുമ്പോൾ അവൾക്ക് ആ മരുന്ന് കലക്കിയ ജ്യൂസ് ദുർഗ കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്നേഹത്തോടു കൂടി തന്നെ. അപ്പോൾ ദുർഗയുടെ ഗൂഢ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ മഹിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഒട്ടും പേടി കൂടാതെ തന്നെ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം മഹി അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മഞ്ജുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മഞ്ജു ആ ജ്യൂസ് കുടിക്കുന്നു. അപ്പോൾ ദുർഗയ്ക്കും കരുണയ്ക്കാണെങ്കിൽ ശരിക്കും സന്തോഷമാവാണ്. ഈ ജ്യൂസ് കുടിക്കുന്നതോടുകൂടി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലാതാവൂടി എന്ന് അവരിങ്ങനെ മനസ്സിൽ പറഞ്ഞിങ്ങനെ സന്തോഷിക്കുകയാണ്. ശേഷം മഹിയാണെങ്കിൽ വീണ്ടും മഞ്ജുവിനെയും കൂട്ടി മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ജു പറയുന്നുണ്ട്, ഇത്രയും ക്രൂരയായ ഒരു അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ കണ്ണേട്ടനെയും ഏട്ടത്തെയും ദ്രോഹിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെനിക്ക് മാപ്പ് തരണം. അവരുടെ മനസ്സ് ഞാൻ അറിയാതെ പോയി. ഇങ്ങനെ ഒരു അമ്മയാണല്ലോ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അവരുടെ മുന്നിൽ. ഞാനിപ്പോൾ ഗർഭിണിയല്ല, പക്ഷേ ഞാൻ ശരിക്കും ഗർഭിണിയായിരുന്നെങ്കിലോ, എന്നെ സ്നേഹിക്കാൻ പോലും അമ്മയ്ക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയുടെ ആ ക്രൂര മനസ്സോർത്ത് ശരിക്കും വേദനിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് അങ്ങനെ പോകുന്ന സമയത്ത് മഹിയാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മഞ്ജുവിന് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട ഏട്ടത്തി, ഞങ്ങൾ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ടെങ്കിലും, ഇത് നീ വാങ്ങണം മഞ്ജു, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നിൻ്റെ വിവാഹത്തിന് ഒന്നും തരാൻ പറ്റിയില്ല, അതുകൊണ്ട് നീ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ആ ആഭരണങ്ങളൊക്കെ മഞ്ജുവിന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കരുതെന്നും അവർ പറയുന്നുണ്ട്. ഇതേ സമയം കരുണയും ദുർഗയാണെങ്കിൽ അവരുടെ പ്ലാൻ സക്സസ് ആയി എന്നാലോചിച്ച് സന്തോഷിക്കുകയാണ്. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്ങാനും ആ മരുന്ന് കഴിച്ചിട്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കുമോ മോളെയും ചോദിക്കുമ്പോൾ, അമ്മ അതിൽ കടത്തിയിരിക്കുന്ന ഡോസ് വെച്ച് നോക്കുമ്പോൾ ഇനി എവിടെ ചെന്നാലും അവൾക്ക് ലക്ഷ്യമൊന്നുമില്ല.
ഇനി അത് ലക്ഷ്മി ആണ് വരുത്തി തീർത്തത് എന്നുകൂടി നമുക്ക് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവളുടെ കാര്യം പിന്നെ പോക്കാണെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. അങ്ങനെ അത് ആലോചിച്ച് അവർ സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിൽ താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പം മഞ്ജു ആണെങ്കിൽ മഞ്ജുവിന് ശരിക്കും ഒരു ദേഷ്യം തോന്നുന്നുണ്ട് ദുർഗയോട്. എന്നാലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് മഞ്ജു ദുർഗയോട് സംസാരിക്കുന്നത്. അപ്പോൾ ദുർഗയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് സന്തോഷമായി മോളെ, മോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. മോൾക്കിപ്പോൾ അമ്മയ്ക്കിപ്പോൾ മോളോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. മോളിനി ഇവിടെ വന്ന് കുറേ ദിവസം താമസിക്കണം എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ അത് കേട്ട് ശരിക്കും ദേഷ്യം വരികയാണ്. തുടർന്ന് അവനും അവളും നിന്നോട് എന്താ സംസാരിച്ചത്, ഇത്ര കുറേ നേരമായാലോ നീ മുകളിലേക്ക് പോയിട്ട് എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ്റെയും ഏട്ടത്തെയും എനിക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം മഞ്ജു അവരെ ദുർഗയെയും കരുണയും ഉണ്ണിയൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അവരുടെ കണ്ണ് തള്ളി പോവുകയാണ്. അപ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ അസൂയയും കുശുമ്പും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അതൊക്കെ കണ്ടിട്ട്. ഇനി ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ഏട്ടത്തിയോട്, പക്ഷേ ഏട്ടത്തിയാണ് നിർബന്ധിച്ചത് എനിക്ക് തന്നു. ഇനിയും എന്താവശ്യം വന്നാലും ചോദിക്കാനും മടിക്കണ്ടെന്നാണ് ഏട്ടനെ പറഞ്ഞിരിക്കുന്നത് എന്നും മഞ്ജു പറയുന്നത് കേട്ട് അവർക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. അങ്ങനെ മഞ്ജു പോയതിന് ശേഷം കണ്ണനും അവളും കൂടി മഞ്ജുവിനെ സ്വർണം കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്നെല്ലാം കരുണ ഇങ്ങനെ പകയോട് നമ്മളൊരു സ്വർണം ചോദിച്ച് തരാൻ അവർക്ക് എന്തൊരു മടിയാണെന്നെല്ലാം ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി സന്തോഷിക്കട്ടെ, അതൊക്കെ ഇന്നോ നാളെയോ ആയിട്ട് അവസാനിക്കാനുള്ളതാണെന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ അവരോട്. പിന്നീട് മഹാലക്ഷ്മി ഇങ്ങനെ മഞ്ജുവിന് ആഭരണങ്ങളൊക്കെ സമ്മാനമായി കൊടുത്തു എന്നറിയുന്ന പ്രതാപനും മേഘനയാണെങ്കിൽ അതൊട്ടും സഹിക്കുന്നില്ല. എല്ലാത്തിൻ്റെയും അവകാശം, എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഇപ്പോൾ അവളിലല്ല, അതിൻ്റെ അധികാരമാണ് അവളെ കാണിക്കുന്നത്. കരുണയുടെ കുഞ്ഞിനെ കളഞ്ഞതുപോലെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളഞ്ഞതും ലക്ഷ്മിയാണെന്ന് വരുത്തി തീർക്കണം. എങ്കിലേ മഞ്ജു കണ്ണനെയും ലക്ഷ്മിയെയും വെറുക്കൂ. അതിനുശേഷം കണ്ണനെയും തീർക്കണം. എന്നിട്ട് ഈ പകിടവിളി ഇവിടെ തീർക്കണം എന്നെല്ലാം മേഘം പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഇനി കണ്ണീരിലായിരിക്കും മഹാലക്ഷ്മിയുടെ ജീവിതം. എങ്കിൽ അത് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് തെളിച്ചം കാണാൻ പറ്റൂ എന്നെല്ലാം പ്രതാപനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനെ മഹാലക്ഷ്മിയെയും തമ്മിൽ വേർപിരിക്കാനോ അവരെ ഇല്ലാതാക്കാനുള്ള മറ്റൊരു ചതി തന്നെയാണ് പ്രതാപനും മേഘനും കൂടി ആസൂത്രണം ചെയ്യുന്നത്. എന്തായാലും ജ്യൂസ് മഹി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാതെ തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നാലോചിച്ച് സന്തോഷിക്കുകയാണ് ദുർഗയും കരുണയും ഉണ്ണിയും. ഒടുവിൽ ദുർഗ തന്നെയാണ് ആ മരുന്ന് ചേർത്ത ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്